ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹം ആക്സിഡൻ്റായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് എന്തോ വാഹനാപകടമാണെന്ന് തോന്നുന്നു, എന്തോ ആക്സിഡൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ കൂടിയൊക്കെ കമ്പിയൊക്കെ ഇട്ട് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ റെസ്റ്റിലാണ്. അപ്പം അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ശരീരത്തിൻ്റെ ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് ഇടുവോ എന്ന് ചോദിച്ചു. ഒരു ചെയറിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അപ്പം അതിനനുസരിച്ച് ഉള്ള ഒരു വീഡിയോ ആണ്. ഒരു ചെയറിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങളാണ് ഇന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങൾ പൊതുവേ കണ്ടിട്ടുള്ള വ്യായാമങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ നിന്നുകൊണ്ടൊക്കെ ചെയ്യുന്ന വ്യായാമങ്ങളാണ്. ജസ്റ്റ് ഇത് നമ്മൾ ഒരു ചെയറിലിരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, നമ്മുടെ ജോയിൻസുകളൊക്കെ ഒന്ന് ശക്തി പ്രാപിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന, നമ്മുടെ മൊബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള വർക്കൗട്ടുകളാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അത് കണക്ക് തന്നെ ഈ ലേഡീസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, സിമ്പിൾ വർക്കൗട്ടാണ്, പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടുകൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. നല്ല ബെനിഫിറ്റ് ഉണ്ടായി വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ജോയിൻസിൻ്റെയൊക്കെ അതിന് ശരീരത്തിൻ്റെയൊക്കെ ആ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് വർദ്ധിപ്പിച്ചൊക്കെ എടുക്കാൻ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഏതൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, ചെയ്ത് നോക്കൂ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകും. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മുടെ വർക്കൗട്ട് ആരംഭിക്കാം. നിങ്ങൾക്കൊരു ചെയറിൽ ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാം. ഓക്കെ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ ചെസ്റ്റൊക്കെ നല്ല അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ലോവർ ബാക്കൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നിങ്ങളിരിക്കുക. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്കിൻ്റെ വർക്കൗട്ടുകളാണ്, കഴുത്തിൻ്റെ വർക്കൗട്ടുകളാണ്. കഴുത്തിന് നമ്മൾ 3 വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇതേപോലെ മുകളിലോട്ട് താഴോട്ട്, ഇതാണ് നിങ്ങളുടെ ഒരു റപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണക്ക് 2, മുകളിലോട്ട്, വീണ്ടും താഴോട്ട് 3, ഇതേ കണക്ക് നിങ്ങളൊരു 15 പ്രാവശ്യം ആവർത്തിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഇത് നമ്മുടെ കഴുത്തിലോട്ടുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാനും അതേപോലെ നിങ്ങളുടെ കഴുത്ത് വേദനയ്ക്കൊക്കെ ശമനമുണ്ടാക്കി തരാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ നെക്കിൻ്റെ വർക്കൗട്ട് ഇതേ കണക്ക് സൈഡിലോട്ട് 1. ഓക്കെ, ഇതേപോലെ വീണ്ടും വലത്തോട്ട് 2. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഒരു 15 പ്രാവശ്യം ആവർത്തിക്കുക. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഒരു പ്രാവശ്യം ഒരു റപ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നിങ്ങൾ അതേ കണക്ക് ഒരു 15 പ്രാവശ്യം ആവർത്തിക്കുക. അടുത്തായിട്ട് മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേപോലെ സാവധാനത്തിൽ കഴുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കറക്കി മുകളിലോട്ട് നോക്കുക. കണ്ടോ, നിങ്ങളുടെ ദൃഷ്ടി മുകളിലോട്ട് പോകണം. ഇതേ കണക്ക് മുകളിലോട്ട് നോക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത സൈഡിലോട്ട് വന്ന് മുകളിലോട്ട് നോക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, നിങ്ങൾ മുകളിലോട്ട് തന്നെ നോക്കാനായിട്ട്. നിങ്ങളുടെ നെക്കിന് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടാൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ 3 വർക്കൗട്ടുകളും പൂർത്തിയാവും. അപ്പം ഇത് നിങ്ങൾ 15 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാനിത് പൂർണ്ണമായിട്ടും റപ്സ് ഒന്നും കാണിച്ചു തരുന്നില്ല, കാരണം സമയം ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ്. ഓക്കെ, വളരെ കുറച്ചായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ വർക്കൗട്ട് പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, 3 വർക്കൗട്ടുകളാണ് നമ്മൾ നെക്കിന് വേണ്ടി കാണിച്ചു തന്നത്. അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ചെസ്റ്റിൻ്റെ മസിൽസിനെയൊക്കെ ഒന്ന് ആക്ടിവേഷൻ ആക്കാനായിട്ട് നമുക്കിത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം ചെയറിൽ. അതേ കണക്ക് കൈ ഇതേ കണക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇതേപോലെ കൊണ്ടുവരിക. അതിനുശേഷം 1, മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. 2, 3, മാക്സിമം അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ 5, 6, ഇതേ കണക്ക് ഈ വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ ചെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 15 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ മസിൽസിന് വേണ്ടിയിട്ട്, നമ്മുടെ ചെസ്റ്റ് മസിലിനെയൊക്കെ പമ്പ് ചെയ്യിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ 15 പ്രാവശ്യം ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ചെസ്റ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഇതേപോലെ മുമ്പോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം
മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, കൈ മടങ്ങി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ കണക്ക് വന്നിട്ട് കൈ മടങ്ങാതെ ഫ്രണ്ടിലോട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെസ്റ്റിന് വേണ്ടി ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഒരു 15 പ്രാവശ്യം ആവർത്തിക്കുക. ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഗുണങ്ങളുള്ള വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചെസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന 2 വർക്കൗട്ടുകൾ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ മസിലിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഷോൾഡർ മസിലിന് വേണ്ടിയിട്ട് നമ്മൾ 3 വർക്കൗട്ടുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈകൾ കൊണ്ട് ഇതേപോലെ നിങ്ങളുടെ ഷോൾഡറിൽ പിടിക്കുക. ഓക്കെ, അതിനുശേഷം കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ ആക്കിയതിന് ശേഷം നിങ്ങളിത് ഇതേ കണക്ക് 1 2 ഇതേപോലെ 3 4 ഇതേ കണക്ക് നിങ്ങൾ ഒരു 15 പ്രാവശ്യം ചെയ്യുക. നിങ്ങളുടെ ഷോൾഡർ മസിലിനെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. ഈ ഷോൾഡറിന് വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ അത് കുറച്ച് തരാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തിരിച്ച് കൈ റൊട്ടേറ്റ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതും നിങ്ങളൊരു 15 പ്രാവശ്യം ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഷോൾഡറിന് വേണ്ടി ചെയ്യുന്ന ഒരു വർക്കൗട്ട്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയറിൽ കണക്കിരുന്നതിന് ശേഷം ഒരു അല്പം ഒന്ന് ബെൻഡ് ചെയ്യുക. ഇതേ കണക്ക് ഞാനിപ്പം എൻ്റെ ബോഡി പൊസിഷൻ പോകുന്ന കണക്ക് ഇങ്ങനൊന്ന് ബെൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കൈ കണക്ക് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതേപോലെ മുകളിലോട്ട് ഇതേപോലെ സ്ക്യൂസ് കണ്ടോ, ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ഡെൽറ്റോയിഡ് ഷോൾഡർ മസിലിന് നല്ല ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ അപ്പർ ബാക്കിനും നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളുടെ അപ്പർ ബാക്ക് നിങ്ങളുടെ മുതുകിൻ്റെ മുകൾ ഭാഗത്തിന് നല്ല ഒരു എഫക്റ്റ് കിട്ടാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം ആവർത്തിക്കാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട്. അടുത്തായിട്ട് നമുക്ക് മൂന്നാമത് ചെയ്യാൻ പോകുന്ന കൈ നിങ്ങൾ ഇതിനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിരിക്കുക. അതിനുശേഷം കൈ പതുക്കെ റൊട്ടേറ്റ് ചെയ്യുക. ഇതേപോലെ സാവധാനത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഷോൾഡറിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. സാവധാനം ചെയ്താൽ മതിയാകും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഒരു 15 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നിങ്ങൾ തിരിച്ചും ഇതേ കണക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇതേപോലെ സാവധാനം നിങ്ങളുടെ ഷോൾഡറിലോട്ട് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതും നിങ്ങളുടെ ഷോൾഡറിലോട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ഫോർ ആംസിന് വേണ്ടിയിട്ട് ഒരു 3 വർക്കൗട്ടുകളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കൈ ഫോർ ആംസിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇതിനൊക്കെ ഇരിക്കുക, കൈകൾ നിവർത്തി പിടിക്കുക. ഓക്കെ, ഞാൻ ചെയ്തത്. അതിനുശേഷം നിങ്ങൾ മുഷ്ടി ഇതേപോലെ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ശക്തിയായിട്ട് മുഷ്ടി ചുരുട്ടി പിടിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചുരുട്ടി പിടിക്കുക. നിങ്ങൾ നിവർത്തുക, വീണ്ടും ശക്തിയായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം ആവർത്തിക്കാം. നിങ്ങളുടെ ആ ഒരു റിസ്റ്റ് ഭാഗത്തിനും നിങ്ങളുടെ ആ ഒരു ഫോർ ആംസിൻ്റെ മസിൽസിനുമൊക്കെ ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ കൈകളിലോട്ട് നമ്മുടെ കൈകൾക്ക് വല്ല പെരുപ്പോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള രക്തപ്രവാഹമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് കൈ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്റ്റ് പതുക്കെ മുകളിലോട്ട് ഇതേപോലെ താഴോട്ട് കണ്ടില്ലേ, മുകളിലോട്ട് താഴോട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം ആവർത്തിക്കാം. ഇതേപോലെ ചെയ്യുക. നിങ്ങൾ വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി. ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട, പതുക്കെ ചെയ്താൽ മതി. ഒരു 15 റപ്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കൈകൾ നിവർത്തി പിടിക്കുക. അതിനുശേഷം ഇതേപോലെ കണ്ടില്ലേ, 2 സൈഡിലോട്ടും ഇതേപോലെ നിങ്ങൾക്ക് ആംഗിൾ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. ഇതേ കണക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 15 പ്രാവശ്യം നിങ്ങൾ ഇതും ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഫോർ ആംസിൻ്റെ 3 വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കൈകളുടെ 3 വർക്കൗട്ടുകൾ. അപ്പം ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ കാലുകൾക്ക് വേണ്ടി നമ്മുടെ കാഫ് മസിൽ, ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ കാഫ് മസിലിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം കാഫ് മസിലിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം
നിങ്ങൾക്കിത് വ്യക്തമായിട്ട് കാണാൻ എൻ്റെ ക്യാമറ ഞാൻ പിടിച്ച സമയത്ത് ഒരല്പം മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട്, കാലിൻ്റെ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ ഹീല് ഭാഗം നിങ്ങൾ ഉയർത്തുക. ഓക്കെ, നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗം ഉണ്ടല്ലോ, നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗം മുകളിലോട്ട് ഉയർത്തുക. ഇതേപോലെ നിങ്ങളുടെ വിരൽ താഴെ കുത്തിക്കൊണ്ട് ഹീൽ ഭാഗം മുകളിലോട്ട് ഉയർത്തുക. നിങ്ങളുടെ കാഫ് മസിലിലോട്ടുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ കാഫ് മസിലിന് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. നിങ്ങളൊരു 15 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഹീല് ഭാഗം, നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗം നിങ്ങൾ താഴെ കുത്തി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ മുകളിലോട്ടും താഴോട്ടും ഇതേ കണക്ക്, മുൻവശം ഇതേ കണക്ക് മുമ്പോട്ടും കണ്ടില്ലേ, താഴോട്ട് കൊണ്ടുവരിക, മുകളിലോട്ട്. ഇതും നിങ്ങളുടെ കാഫ് മസിലിന് നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ ഈ ഒരു വർക്കൗട്ടും നിങ്ങളൊരു 15 പ്രാവശ്യം ചെയ്യുക. ആദ്യം നമ്മൾ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് ഹീൽ ഉയർത്തുന്നു. അതിനുശേഷം ഹീൽ നമ്മുടെ ഉപ്പൂറ്റി താഴെ കുത്തിക്കൊണ്ട് നമ്മുടെ ഫിംഗറിൻ്റെ ഭാഗം ഉയർത്തുന്നു. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ 1 2 കണ്ടില്ലേ 3 ഇതേപോലെ നിങ്ങൾ 15 പ്രാവശ്യം ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ കാൽ മുട്ടുകൾക്ക് സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അത് കണക്കാണ് നിങ്ങളുടെ തൈ ഭാഗത്തിന് സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം ഈ വർക്കൗട്ട് നിങ്ങളൊരു 15 പ്രാവശ്യം ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ കാലുകൾക്കുള്ള, നമ്മുടെ കാഫ് മസിലിനുള്ള, കാലിനുള്ള അടുത്ത വർക്കൗട്ട്. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ തൈ മസിലിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾ ഇതേപോലെ നമ്മുടെ തൈ ഭാഗത്തിന് വേണ്ടിയിട്ട് ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കാലുകൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് ഉയർത്തി 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ താഴോട്ട് വരിക, ഉയർത്തുക, ഹോൾഡ്. ഇതും നിങ്ങളുടെ തൈ മസിലിനും കാൽമുട്ടിനെയൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളെന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഇരുന്നുകൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഇതിനകത്ത് ഫുൾ ബോഡി മൂവ്മെൻറ്റ്സുകളോ ഒന്നും തന്നെയില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് നമ്മുടെ സാധാരണ വർക്കൗട്ടുകൾ മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത്. ഒരുപാട് വർക്കൗട്ടുകൾ നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ഞാനിന്ന് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന, വളരെ അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്.